ഇന്ന് സൺഡേ ആയും ഞാൻ കാലിക്കറ്റ് പോയിട്ടുണ്ടായി. ഇനി നോമ്പ് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് പോകുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ഞാൻ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നൊന്നുമല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായോ ഐസ് ബോക്സ് വലിപ്പം പോരാ, അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പം വേണം, എന്നാലേ കൂടുതൽ ജ്യൂസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ 25 ലിറ്ററിന്റെ ഐസ് ബോക്സ് റിട്ടേൺ അടിച്ചത്. അപ്പോൾ 35 ലിറ്ററിന്റെ ഐസ് ബോക്സ് മുട്ടായിത്തെരുവിൽ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ ഐസ് ബോക്സ് കിട്ടുന്ന പല ഷോപ്പുകളും ഓപ്പൺ അല്ലേ. ഒരൊറ്റ ഷോപ്പ് മാത്രമേ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. SM-ന്റെ ഉള്ളിൽ കൂടി 2 ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് നേരെ പോന്നാൽ ഈ ഷോപ്പിന് മുമ്പിലാണ് എത്തുക. നമ്മളെ ബീച്ച് സൈഡിലേക്ക് എത്തുന്ന റോഡ്. ഇനി പെട്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ 50 ലിറ്ററിന്റെ ഒക്കെ പെട്ടിക്ക് റേറ്റ് വരുന്നത് 1850 രൂപ. ഈ സെയിം സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായി. അത് കാർട്ടിലിട്ട സമയത്ത് അതിന്റെ റേറ്റ് വരുന്നത് 1700 രൂപയും. ഇപ്പൊ നോക്കുമ്പോൾ 1600 സംതിങ് റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും എമൗണ്ട് കൊടുത്ത് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 10 ജ്യൂസ് കൊണ്ടാൻ വേണ്ടിയിട്ട് 50 ലിറ്ററിന്റെ ബോക്സ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. എന്റെ കൂടെ എന്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായി. അപ്പൊ അവനെ ഈ ബോക്സ് എല്ലാം കൂടി വെച്ചിട്ട് വണ്ടിമ പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സംഭവം വീടിന്റെ മുറ്റത്തെത്തും. ഇനി നോമ്പ് കഴിയുന്നവരെ ഒരു 10-30 ജ്യൂസ് ഒക്കെ ഞാൻ മാക്സിമം കൊണ്ടുപോകുള്ളൂ. അതുവരെ എന്തായാലും തെർമാക്കോളിന്റെ ബോക്സ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം.